നമസ്തേ, തുമ്പീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കാര്യാട്ടുകര ദേവീക്ഷേത്രത്തിൽ നമുക്ക് 10ാമത് ഉത്സവമാണ് നടക്കുന്നത്. ഡിസംബർ 25 അത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡിസംബർ 1 മുതൽ 25 വരെ നമുക്കിവിടെ കളമെഴുത്ത്, നന്ദുണിപ്പാട്ട്, ചുറ്റുവിളക്കുകൾ യഥാർത്ഥമായിട്ടുള്ള പരമ്പരാഗതമായ ചിട്ടവട്ടത്തിലാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. ഇത് കളമെഴുത്ത് പാട്ട് വളരെ ചെറുപ്പക്കാരനായ ഒരു യദുകൃഷ്ണൻ എന്നുള്ള യദുവാണ് നമുക്കിവിടെ കുറച്ച് കാലമായിട്ട് വരയ്ക്കാറുള്ളത്. അതിഗംഭീരമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കുട്ടീനെ ഇതിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് യദുവിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പൂരമുത്സവം കൊടി കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂരോത്സവം കൊടി കയറിയതിൻ്റെ ഒരു ആലുമ നമ്മൾ പട്ടൊക്കെ ദേവീനെ സങ്കല്പിച്ച് നമ്മൾ കൊടി കയറിയതാണ്. ഇതാണ് നമ്മുടെ അമ്പലം വരുന്നത്. അപ്പൊ നമുക്ക് യദുവിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം, അല്ലേ? നമസ്കാരം, എൻ്റെ പേര് യദുകൃഷ്ണനാണ്. ചെറുപ്പകാലം മുതലേ തൊട്ട് ഇത് പഠിച്ചു വരുന്നതാണ്. അമ്മാവൻ്റെ ഒക്കെ കൂടെ പോയിട്ടാണ് ഇത് പഠിച്ചത്. പാഴായില് മോഹൻ എന്നാണ് അമ്മാവൻ്റെ പേര്. ഇത് ചിത്രകല പഠിച്ചിട്ടുണ്ടോ? വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ? വരയ്ക്കാൻ അറിയാം. പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്നറിയോ, അത്രയും ഒരു വരയ്ക്കുന്നതൊക്കെ ഞാൻ പിന്നെ ഇടാം, ഇതിൻ്റെ ഒപ്പം ഇടാം. കാരണം അത്ര ഈസി ആയിട്ടാണ് യദു ഈ ഒരു കളം വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചത് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ചിലപ്പതികാരം കണ്ണകി കോവലം കഥ അടിസ്ഥാനമാക്കിയിട്ട് വാമൊഴിയായിട്ട് ഇങ്ങനെ പകർന്നു വരുന്ന അനുഷ്ഠാന കലാരൂപമാണ് നന്ദനപ്പാട്ട്. എല്ലാ മിക്ക കുടുംബക്ഷേത്രങ്ങളിലും ഇതിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ദേവിയുടെ രൂപം വരച്ച് നന്ദുണി കൂട്ടി നമ്മൾ പാട്ടുപാടി ആ ചടങ്ങ് അവസാനിക്കുകയാണ്. നന്ദുണി എന്ന് പറയുന്നത് ഉപകരണം എന്താണ്? അത് കണ്ണകി ചരിത്രത്തിൽ പറയുമ്പോഴേ ഭർത്താവ് മരിച്ചു കിടക്കുന്ന നേരത്ത് ദേവി ഭർത്താവിനെ തോറ്റി വിളിക്കുന്നത് ഈ നന്ദുണി കൊട്ടി തോറ്റി വിളിക്കുന്നത്. ഒരു കളമെഴുത്ത് പാട്ടിന്റെയും നമ്മളുടെ ഈ ഒരു നന്ദുണിപ്പാട്ടിന്റെയും എന്താണ് ഐതിഹ്യം വരുന്നത്? നന്ദുണിപ്പാട്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത് ചിലപ്പതികാരം കണ്ണകി കോവിലം കഥ അടിസ്ഥാനമാക്കിയിട്ട് വാമൊഴിയായിട്ട് പകർന്നു വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് നന്ദുണിപ്പാട്ട്. നന്ദുണി എന്ന ഉപകരണമാണ് ഇത് ഉപയോഗിക്കുന്നത്. പണ്ട് കാലം മുതലേ തന്നെ എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലായിട്ട് ഇത് പാടി വരുന്നുണ്ട്. ദേവിയെ വർണ്ണിച്ച് പാടലാണ് നന്ദുണിപ്പാട്ടില്. അതെ, ശ്രദ്ധിക്കാറുണ്ട്. ദേവീനെ കുറിച്ച് ഇങ്ങനെ വർണ്ണനകളാണ് ആ പാട്ടിന്റെ എല്ലാ വരികളും, അല്ലേ? ചെറുപ്പത്തിലെ ഫ്രീക്കായിട്ട് നടക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ അച്ഛൻ്റെ മാമൻ്റെ ഒക്കെ കൂടെ പോയിട്ടാണ് ഈ നന്ദി പാട്ട് പഠിച്ചത്. അവര് പാടി തരുമ്പോ അവരുടെ കൂടെ ഇരുന്ന് പാടും. അച്ഛനും. എത്ര വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്? ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയാണ് പഠിച്ചു വന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് നന്ദിനി കൊട്ടി കൂടെ ഇരുത്തി പാടാനൊക്കെ ഞാൻ പഠിച്ചു. ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു. ഇനിയും പഠിക്കാറുണ്ട് കുറെ. ഇതില് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാൻ തന്നെയാണോ തീരുമാനം? ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ M.Com ചെയ്യുന്നുണ്ട്. അതും കൂടി ചെയ്ത് M.Com ചെയ്യുന്നുണ്ട്. നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. സകല കലാവല്ലഭനാണ്. അതിന്റെ കൂടെ ഇതും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ യദുവിനെ വീണ്ടും ഇവിടെ എല്ലാ വർഷം വരാനും കളമെഴുതാനും നന്ദിനിപ്പാട്ട് പാടാനൊക്കെ നമ്മുടെ ദേവിയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് യദുവിന് എല്ലാവിധ ആശംസകളും നൽകാണ്. വിഷുവാദി നാട് നിറഞ്ഞ തമ്പുരാട്ടിയേ തക അഞ്ചുകാരമതിൽ ഓരോ ഗണേശനുമ വായ്മാതുരം തുണ ചെയ്തെന്നാവും വെള്ളപ്പാനം വീട്ട് ഇമ്പം ഞാത്തിയ അഴകിന് തൂക്കുത്തീരം
തകത പൊറ്റുമണ്ണിട്ട് തറ പിടിച്ചു അമ്മ പറ്റിച്ചാണം കൊണ്ട് നിലമേഴുതി തകത തകതക ഇരവത്തെ നാട്ടിലെ ഇരവത്തെറുക്കൻ വച്ച വളർച്ചെന്തെന്റെ കുരുത്തിനോല തകത തകത മടലോടെ വെട്ടിട്ട് കൊണ്ടേ പോന്നു അമ്മ നുണ ചിന്തിയ അരഞ്ഞ് പാടി മണലൂടെ തകത തകതക ആലില മാവില അടയ്ക്ക മര പൂത്തില വെട്ടിലാടക്കയും അരഞ്ഞ് പാടി തകത തകതക കണ്ടാൽ മനോഹരമ പാവാക്കുയിലി അന്നങ്ങാളും കൊണ്ട് പണിതു കേട്ടി തകതക പൂവെന്ന പൂവ വിധാനി ചെല്ലമല്ലമ്മ ചെന്താമര പൂവേ വിധാനം ചെയ്തേ പട്ടന്ന പാട്ടുന്ന വിധാനി ചെല്ലമല്ലമ്മ മണവീരാളി പട്ടേ മേലാപ്പിട്ടേ തകത അഞ്ചിരൂപ കോടി കൊണ്ടേ പോന്നു അമ്മ പഞ്ചവർണ്ണത്തിലെ കലങ്കൂറിക്ക ഉച്ചദൂരത്തിലെ കളങ്കൂറിച്ചു അമ്മ നാചാദൂരത്തിലെ കളം മൂടിഞ്ഞേ അമ്മര നാമത്തെ വന്ദിച്ച് അടിയുടലിൽ പാത കൈകൊള്ളുന്നേ അമ്മര നാമത്തെ വന്ദിച്ച് അടിയുടലിൽ പാത കൈകൊള്ളുന്നേ Ano tayo?